അമേരിക്കൻ ടെക് കമ്പനികൾക്കെതിരെ വിദേശ സർക്കാരിന്റെ ശക്തമായ ആക്രമണം. യൂറോപ്യൻ യൂണിയനിലെ ഉദ്യോഗസ്ഥ മേധാവിത്വം ലോകോത്തര നവീകരണങ്ങളെയും സ്വതന്ത്ര സംരംഭങ്ങളെയും എങ്ങനെയാണ് ശ്വാസം മുട്ടിക്കുന്നത് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ടെക് ഭീമനായ എക്സിന് യൂറോപ്യൻ കമ്മീഷൻ ചുമത്തിയ ഭീമൻ പിഴ. സുതാര്യതാ ബാധ്യതകൾ ലംഘിച്ചു എന്ന പേരിൽ ഡിസംബർ 5-ന് ചുമത്തിയ 120 മില്യൺ പിഴ യൂറോപ്യൻ യൂണിയന്റെ അമിതവും അടിച്ചമർത്തുന്നതുമായ നിയന്ത്രണങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ വിമർശനങ്ങൾ ഉയർത്താൻ കാരണമായിരിക്കുകയാണ്. അമേരിക്ക ആസ്ഥാനമായുള്ള ടെക് കോടീശ്വരനും എക്സിന്റെ ഉടമയുമായ ഇലോൺ മസ്ക് ഈ നടപടിയെ ശക്തമായി അപലപിക്കുകയും യൂറോപ്യൻ യൂണിയൻ എന്ന ബ്ലോക്കിനെ പൂർണ്ണമായും പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ സേവന നിയമം ഉപയോഗിച്ച് ചുമത്തിയ ഈ പിഴയ്ക്ക് മറുപടിയായി മസ്ക് നിരവധി പോസ്റ്റുകളാണ് പങ്കുവച്ചത്. യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തുന്ന അമിതമായ നിയന്ത്രണങ്ങളെ മസ്ക് മുൻപും ചോദ്യം ചെയ്തിട്ടുണ്ട്. EU ഉദ്യോഗസ്ഥ വൃന്ദം യൂറോപ്പിനെ പതുക്കെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണെന്നും അദ്ദേഹം ശക്തമായി വാദിച്ചു. നിയന്ത്രണങ്ങളുടെ പേരിൽ നവീകരണത്തെ അടിച്ചമർത്തുന്ന യൂറോപ്യൻ യൂണിയന്റെ രീതിയെ മസ്ക് രൂക്ഷമായി വിമർശിച്ചു. EU നിർത്തലാക്കുകയും പരമാധികാരം വ്യക്തിഗത രാജ്യങ്ങൾക്ക് തിരികെ നൽകുകയും വേണം. അതുവഴി സർക്കാരുകൾക്ക് അവരുടെ ജനങ്ങളെ നന്നായി പ്രതിനിധീകരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനെ അദ്ദേഹം ഉദ്യോഗസ്ഥ രാക്ഷസനെന്നും മുൻപ് ബ്യൂറോക്രസിയുടെ ഭീമൻ കത്തീഡ്രൽ എന്നും വിശേഷിപ്പിച്ചത് ഈ ബ്ലോക്ക് സാമ്പത്തിക വളർച്ചയ്ക്ക് വിലങ്ങുതടിയാകുന്നുവെന്ന അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. എക്സിനെതിരായ ഈ നടപടി കേവലം ഒരു സാമ്പത്തിക പിഴ എന്നതിലുപരി അമേരിക്കൻ ടെക് കമ്പനികൾക്കെതിരായ വിദേശ സർക്കാരുകളുടെ ആക്രമണമാണെന്ന ശക്തമായ വിമർശനമാണ് അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിച്ചത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ വിധിയെ ഉടൻ തന്നെ വിമർശിച്ചു. അദ്ദേഹം ഇതിനെ എല്ലാ അമേരിക്കൻ ടെക് പ്ലാറ്റ്ഫോമുകൾക്കും അമേരിക്കൻ ജനതയ്ക്കും നേരെയുള്ള വിദേശ സർക്കാരുകളുടെ ആക്രമണമെന്ന് വിശേഷിപ്പിച്ചു. കൂടാതെ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇതേ ആശങ്ക തന്നെയാണ് പങ്കുവച്ചത്. സെൻസർഷിപ്പിൽ ഏർപ്പെടുത്താത്തതിന് യൂറോപ്യൻ യൂണിയൻ എക്സിനെ ലക്ഷ്യമിടുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. യൂറോപ്യൻ യൂണിയനിലെ അമേരിക്കൻ അംബാസിഡർ ആൻഡ്രൂ പുസ്ഡറും ഈ നീക്കത്തെ അപലപിക്കുകയും ചെയ്തു. അമേരിക്ക സെൻസർഷിപ്പിനെ എതിർക്കുന്നു. വിദേശത്തുള്ള അമേരിക്കൻ കമ്പനികളെ ലക്ഷ്യമിടുന്ന ഭാരമേറിയ നിയന്ത്രണങ്ങളെ വെല്ലുവിളിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകോത്തര സാങ്കേതിക വിദ്യാ ഭീമന്മാരെ അടിച്ചമർത്താനുള്ള യൂറോപ്പിന്റെ ശ്രമങ്ങളെ അമേരിക്ക ഒത്തൊരുമിച്ച് ചെറുക്കുമെന്ന വ്യക്തമായ സൂചനയാണിത്. വഞ്ചനാപരമായ നീല ചെക്ക്മാർക്ക് ഡിസൈൻ, ദുർബലമായ പരസ്യ സുതാര്യത, ആവശ്യമായ ഡേറ്റ ആക്സസ് നൽകുന്നതിൽ പരാജയം എന്നിവയാണ് യൂറോപ്യൻ കമ്മീഷന്റെ വിധിയിൽ പ്രധാനമായും പരാമർശിക്കപ്പെട്ടത്. യൂറോപ്യൻ കമ്മീഷൻ ടെക് സോവറിനിറ്റി, സെക്യൂരിറ്റി, ഡെമോക്രസി എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഹെന്ന വിർക്കുനൻ പിഴയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് നീല ചെക്ക് മാർക്കുകൾ ഉപയോഗിച്ച് ഉപയോക്താക്കളെ കബളിപ്പിക്കുന്നതിനും പരസ്യങ്ങളിലെ വിവരങ്ങൾ മറയ്ക്കുന്നതിനും ഗവേഷകരെ അടച്ചുപൂട്ടുന്നതിനും യൂറോപ്യൻ കമ്മീഷന്റെ ഓൺലൈനിൽ സ്ഥാനമില്ല എന്നാണ്. എന്നാൽ ഇത് വെറും സാങ്കേതിക ന്യായീകരണമാണെന്നും യൂറോപ്പിന്റെ ഡിജിറ്റൽ രംഗത്തെ നിയന്ത്രിക്കാനുള്ള രാഷ്ട്രീയ താൽപര്യമാണ് ഇതിന് പിന്നിലെന്നും വിമർശകർ പറയുന്നുണ്ട്. മസ്കിന്റെ വിമർശനത്തോട് പ്രതികരിച്ച പോളിഷ് വിദേശകാര്യമന്ത്രി റാഡോസ്ലാവ് സിക്കോർസ്കിയുടെ പരിഹാസ പോസ്റ്റ് വ്യക്തിപരമായ പകപോക്കലിന്റെ സൂചന നൽകുന്നതായിരുന്നു. ചൊവ്വയിലേക്ക് പോകൂ, അവിടെ നാസി സല്യൂട്ട് ചെയ്യുന്നതിന് സെൻസർഷിപ്പ് ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രമുഖ അമേരിക്കൻ പ്ലാറ്റ്ഫോമിനെതിരെ യൂറോപ്യൻ യൂണിയൻ നടത്തിയ ഈ നടപടി സാങ്കേതിക രംഗത്തെ അതിർവരമ്പുകൾ മായ്ച്ചു കളയുന്നതിൽ അസഹിഷ്ണുത കാണിക്കുന്ന EUവിന്റെ ഉദ്യോഗസ്ഥ അഹങ്കാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ പ്രത്യേകിച്ച് അമേരിക്കൻ സർക്കാരിൽ നിന്നും യൂറോപ്യൻ യൂണിയന്റെ ഈ നിയന്ത്രണവാദത്തിനെതിരെ ശക്തമായ പ്രതികരണമാണ് ഉയരുന്നത്. നവീകരണത്തെയും സംസാര സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്താനുള്ള യൂറോപ്യൻ യൂണിയന്റെ ശ്രമം സ്വതന്ത്ര സംരംഭങ്ങൾക്ക് യൂറോപ്പ് സുരക്ഷിതമായ ഇടമല്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. ഈ ബ്യൂറോക്രാറ്റിക് രാക്ഷസനെ പിരിച്ചുവിട്ട് സാമ്പത്തികപരമായ പരമാധികാരം അംഗരാജ്യങ്ങൾക്ക് തിരികെ നൽകിയാൽ മാത്രമേ യൂറോപ്പിന് ലോക സാമ്പത്തിക ഭൂപടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന മസ്കിന്റെ വാദത്തിന് ഈ സംഭവത്തോടെ കൂടുതൽ പ്രസക്തിയേറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.